പൂച്ചെടികളിൽ ഉണ്ടായ വേർനാശം, പൂമൊട്ടുകൾ കുറയുക, ഇലകൾ കൊഴിഞ്ഞുപോകുക തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് അഭിമൻ, ഓർബിക്സ്, FL77 എന്നീ പ്രകൃതിദത്ത ഉൽപ്പന്നങ്ങൾ തുടർച്ചയായി ഉപയോഗിച്ച് മികച്ച മാറ്റം കൈവരിച്ചു. പ്രത്യേകിച്ച് മഞ്ഞുകാലത്തും തുടർച്ചയായി പൂവിളവ് ലഭിക്കുകയും മറ്റു കർഷകർക്ക് പൂക്കൾ ഇല്ലാത്ത സമയത്തും ദിവസേന 2 മുതൽ 3 കിലോ വരെ പൂക്കൾ കൊയ്യുകയും ചെയ്യുന്നു. ശരിയായ പരിപാലനം, സമയോചിതമായ കൊയ്ത്ത്, കട്ടിങ്, വളങ്ങളും മരുന്നുകളും പദ്ധതിപരമായി ഉപയോഗിക്കൽ എന്നിവയാൽ രോഗബാധിതമായ ചെടികളെയും വീണ്ടും ജീവിപ്പിച്ച് നല്ല വിളവ് ലഭ്യമാക്കി. ചില സമയങ്ങളിൽ 1 കിലോ പൂവ് 50 രൂപ മുതൽ 100 രൂപ വരെ മാത്രമേ വില ലഭിക്കാറുള്ളൂ. എന്നാൽ മഞ്ഞുകാലങ്ങളിൽ 1 കിലോ പൂവിന് 2000 രൂപ മുതൽ 2500 രൂപ വരെ വില ലഭിക്കുന്നു. നമസ്കാരം സാർ, ഞാൻ മധുരൈ ജില്ലയിൽ ഉസിലമ്പട്ടി താലൂക്കിലെ നരസിംഗപുരം ഗ്രാമത്തിൽ നിന്നുള്ള മുത്തുകുമാറാണ്. എനിക്ക് മൊത്തം 2 ഏക്കർ ഭൂമിയുണ്ട്. അതിൽ 1 ഏക്കറും 50 സെന്റും വിസ്തൃതിയിലുള്ള സ്ഥലത്ത് മുല്ലപ്പൂ, പാൽ മുല്ലൈ തുടങ്ങിയ പൂച്ചെടികൾ കൃഷി ചെയ്യുന്നു. ഞങ്ങളുടെ പ്രദേശത്ത് മുല്ലപ്പൂ, മല്ലിപ്പൂ, പിച്ചിപ്പൂ എന്നിവ വളരെ പ്രശസ്തമാണ്. അതിനുശേഷം തേങ്ങ പോലുള്ള കൃഷികളാണ് കൂടുതലായി കാണുന്നത്. കൃഷിക്കൊപ്പം ഞാൻ നിർമ്മാണ ജോലികളും ചെയ്യുന്നു. മേസൺ ജോലി ചെയ്യുകയും സ്വതന്ത്രമായി കെട്ടിട കോൺട്രാക്ട് ജോലികളും നോക്കുകയും ചെയ്യുന്നു. അതിനൊപ്പം ഈ പൂച്ചെടി കൃഷിയും തുടർന്നുകൊണ്ടിരിക്കുന്നു. എന്റെ കൈവശമുള്ള ചില പൂച്ചെടികൾക്ക് 15 വർഷം പ്രായമുണ്ട്. ചില ചെടികൾക്ക് 5 വർഷം പ്രായമുണ്ട്. ഈ വർഷം നട്ട 3 വർഷം പ്രായമുള്ള മുല്ലപ്പൂ ചെടികളുമുണ്ട്. പൂച്ചെടികൾക്ക് 6 മാസത്തെ മഞ്ഞുകാലത്ത് നല്ല വില ലഭിക്കും. ആ സമയത്ത് 1 കിലോ പൂവ് 2000 രൂപ മുതൽ 2500 രൂപ വരെ വിൽക്കപ്പെടുന്നു. കുറഞ്ഞത് 1000 രൂപ വരെ ലഭിക്കും. ആ സീസണിൽ മാസം 70,000 രൂപ മുതൽ 80,000 രൂപ വരെ വരുമാനം ലഭിക്കുന്നു. ചെലവ് കൂടുതലായിരുന്നാലും ശരിയായ പരിപാലനത്തിലൂടെ നല്ല വളർച്ചയും വരുമാനവും ലഭിക്കുന്നു. ഞങ്ങൾ കൂടുതലായി കമ്പോസ്റ്റ് വളം, നിലക്കടല പിണ്ണാക്ക്, വേപ്പിൻ പിണ്ണാക്ക് എന്നിവ ഉപയോഗിക്കുന്നു. വർഷത്തിലൊരിക്കൽ കാളവളം, ചാണകം എന്നിവ ഉപയോഗിച്ച് പരിപാലിക്കുന്നു. അതിനുശേഷം ആവശ്യാനുസരണം രാസവളങ്ങളോടൊപ്പം പ്രകൃതിദത്ത മരുന്നുകളും ചേർത്ത് ഉപയോഗിക്കുന്നു. രണ്ടും ശരിയായ അളവിൽ ചേർത്ത് ഉപയോഗിക്കുമ്പോഴാണ് നല്ല ഫലം ലഭിക്കുന്നത്. ചെടികളെ ശരിയായി വെട്ടി പരിപാലിക്കുന്നതിലൂടെ അവ ആരോഗ്യകരമായി തുടരുകയും സ്ഥിരമായി പൂക്കൾ നൽകുകയും ചെയ്യുന്നു. അഭിമൻ എന്ന ഉൽപ്പന്നത്തെക്കുറിച്ച് ആദ്യം എന്റെ ഒരു സുഹൃത്തിലൂടെയാണ് അറിയുന്നത്. അദ്ദേഹം പറഞ്ഞതിനു ശേഷം APKS ഓർഗാനിക്സ് കമ്പനിയെ ബന്ധപ്പെട്ടു മരുന്ന് വാങ്ങി ഉപയോഗിക്കാൻ തുടങ്ങി. ആദ്യം ചെറിയ സംശയമുണ്ടായിരുന്നെങ്കിലും തുടർച്ചയായി ഉപയോഗിച്ചതിനു ശേഷം നല്ല മാറ്റം കാണാനായി. ആദ്യം മറ്റുള്ളവരിലൂടെ വാങ്ങി ഉപയോഗിച്ചു. കഴിഞ്ഞ 2 വർഷമായി തുടർച്ചയായി ഉപയോഗിച്ചു വരുന്നു. ഇപ്പോൾ നേരിട്ട് വാങ്ങി ഉപയോഗിക്കുന്നു. അഭിമൻ വെള്ളത്തിൽ കലക്കി ഓരോ ചെടിക്കും 1 ലിറ്റർ വീതം ഒഴിക്കുന്നു. 200 ലിറ്റർ വെള്ള ടാങ്കിൽ കലക്കി ചെടികൾക്ക് നൽകുന്നു. ഇത് ഉപയോഗിച്ചതിനു ശേഷം വേർ വളർച്ച വളരെ നല്ല രീതിയിലുണ്ടായി. ചെടികളിലുണ്ടായിരുന്ന ദുർബലത കുറയുകയും ചെയ്തു. രോഗബാധ ഒരു പരിധിവരെ നിയന്ത്രിക്കപ്പെട്ടു. ഉണങ്ങിയ ചെടികൾ വീണ്ടും തഴച്ചു വളരാൻ തുടങ്ങി. ഇലകൾ പച്ചയായി മാറി. വേർ കീടബാധ കുറഞ്ഞു. മുമ്പ് ചില ചെടികൾ മുഴുവൻ ഇലകൾ നഷ്ടപ്പെട്ടു വെറും വടിപോലെ മാത്രമായിരുന്നു. ചില ചെടികളിൽ മൊട്ടുകൾ ഉണങ്ങി നശിച്ച നിലയിലുമുണ്ടായിരുന്നു. അത്തരത്തിൽ ഏകദേശം 20 ചെടികൾ ഉണ്ടായിരുന്നു. ആ ചെടികളെ മുറിച്ച് വീണ്ടും വളരുന്ന രീതിയിൽ മാറ്റി തുടർച്ചയായി അഭിമൻ ഒഴിച്ചു പരിപാലിച്ചു. ഇപ്പോൾ ആ ചെടികൾ വീണ്ടും തഴച്ചു വളർന്ന് മൊട്ടുകൾ വന്ന് നല്ല പൂവിളവ് നൽകിത്തുടങ്ങി. വേർ ദുർബലതയും വേർ കീടപ്രശ്നങ്ങളും നിയന്ത്രിക്കാൻ അഭിമാൻ വളരെ ഉപകാരപ്രദമാണ്. അഭിമാൻ ഒഴിച്ച് 15 ദിവസം കഴിഞ്ഞ് ഓർബിക്സ് ഉപയോഗിക്കുന്നു. ഓർബിക്സ് ഉപയോഗിച്ചതിനു ശേഷം പൂമൊട്ടുകൾ കൂടുതലായി രൂപപ്പെടുന്നു. പൂക്കളുടെ വലുപ്പം വർദ്ധിക്കുന്നു. ചെടികൾ പച്ച പിടിച്ച് നല്ല രീതിയിൽ വളരുന്നു. പൂക്കുലകൾ കൂടുതലാകുന്നു. മൊട്ടുകൾ നല്ല രീതിയിൽ കെട്ടുന്നു. ഇതിലൂടെ പൂ ഉൽപാദനം സ്ഥിരമായി നല്ല അളവിൽ ലഭിക്കുന്നു. FL77 മരുന്ന് 15 ദിവസത്തിലൊരിക്കൽ സ്പ്രേ ചെയ്യുന്നു. 16 ലിറ്റർ വെള്ളമുള്ള ഒരു ടാങ്കിൽ 200 മില്ലി FL77 ചേർത്ത് സ്പ്രേ ചെയ്യുന്നു. ഓരോ തവണയും 5 ടാങ്ക് വരെ സ്പ്രേ ചെയ്യും. ഇത് ഉപയോഗിച്ചതിനു ശേഷം പൂമൊട്ടുകൾ വലുതായി രൂപപ്പെടുന്നു. പൂക്കുലകൾ നല്ല അളവിൽ ലഭിക്കുന്നു. ചെടികളിൽ പുതിയ മൊട്ടുകൾ തുടർച്ചയായി ഉണ്ടാകുന്നു. പൂക്കളുടെ ഗുണനിലവാരവും വലുപ്പവും മെച്ചപ്പെടുന്നു. മരുന്നുകൾ ശക്തമായ വെയിൽ സമയത്ത് തളിക്കരുത്. വൈകുന്നേരം വെള്ളം കൊടുത്താൽ അടുത്ത ദിവസം രാവിലെ മരുന്ന് തളിക്കണം. അല്ലെങ്കിൽ രാവിലെ വെള്ളം കൊടുത്താൽ വൈകുന്നേരം മരുന്ന് തളിക്കണം. ഈ മരുന്നുകളിൽ സൂക്ഷ്മജീവികൾ ഉള്ളതിനാൽ വെയിലിൽ തളിച്ചാൽ ഫലം കുറയും. അതിനാൽ വെയിൽ കുറഞ്ഞ സമയങ്ങളിൽ മാത്രമേ മരുന്ന് ഉപയോഗിക്കാവൂ. ഓരോ 6 മാസത്തിലൊരിക്കൽ ചെടികളെ പൂർണ്ണമായി വെട്ടി പരിപാലിക്കുന്നു. വെട്ടിയതിനു ശേഷം ചെടികൾ ചെറുതാകും. പിന്നീട് സീസൺ ആരംഭിക്കുന്ന സമയത്ത് പുതിയ കൊമ്പുകൾ വരുകയും പൂമൊട്ടുകൾ രൂപപ്പെടുകയും ചെയ്യും. വെട്ടുന്ന സമയത്ത് ഉണങ്ങിയ കൊമ്പുകൾ നീക്കം ചെയ്യണം. മുകളിലെ ഭാഗങ്ങൾ മാത്രം ശരിയായി വെട്ടണം. അപ്പോഴാണ് പുതിയ കൊമ്പുകളും മൊട്ടുകളും രൂപപ്പെടുക. ഉള്ളിലെ കണങ്ങളിൽ നിന്ന് പുതിയ മൊട്ടുകൾ പുറത്തുവരും. ഇത് ശരിയായി ചെയ്യാത്ത പക്ഷം പൂ ഉൽപാദനം വൈകും. മഞ്ഞുകാലങ്ങളിൽ പുലർച്ചെ 4 മണിക്ക് തന്നെ എഴുന്നേറ്റ് പൂവെടുപ്പ് ആരംഭിക്കും. പൂവ് കൂടുതലുണ്ടെങ്കിൽ രാത്രി 2 മണിക്ക് തന്നെ ജോലി ആരംഭിക്കും. രാവിലെ 9 മണിവരെ തുടർച്ചയായി പൂവെടുപ്പ് നടത്തും. വേനൽക്കാലത്ത് പൂവ് കൂടുതലായി വന്നാലും വില കുറവായിരിക്കും.
ചില സമയങ്ങളിൽ 1 കിലോ പൂവ് 50 രൂപ മുതൽ 100 രൂപ വരെ മാത്രമേ വില ലഭിക്കാറുള്ളൂ. എന്നാൽ മഞ്ഞുകാലങ്ങളിൽ 1 കിലോ പൂവിന് 2000 രൂപ മുതൽ 2500 രൂപ വരെ വില ലഭിക്കുന്നു. കുറഞ്ഞത് 1000 രൂപ ലഭിക്കും. അതിനാൽ ആ സീസണിൽ ശരിയായ പരിപാലനം വളരെ പ്രധാനമാണ്. വേർ വളർച്ച വളരെ മെച്ചപ്പെട്ടു. വേർ കീടബാധ കുറഞ്ഞു. രോഗബാധിതമായ ചെടികൾ വീണ്ടും തഴച്ചു വളർന്നു. ഇലകൾ കൊഴിഞ്ഞ ചെടികൾ വീണ്ടും ജീവൻ വീണ്ടെടുത്തു. ചെടികൾ പച്ചയും ആരോഗ്യകരവുമായി തീർന്നു. പൂമൊട്ടുകൾ വർദ്ധിച്ചു. പൂക്കുലകൾ തുടർച്ചയായി ലഭിച്ചു. പൂക്കളുടെ വലുപ്പം വർദ്ധിച്ചു. മഞ്ഞുകാലത്തും തുടർച്ചയായി പൂവിളവ് ലഭിച്ചു. ദിവസേന 2 മുതൽ 3 കിലോ വരെ പൂക്കൾ കൊയ്യാൻ സാധിച്ചു. മറ്റുള്ളവർക്ക് പൂവില്ലാത്ത സമയത്തും സ്ഥിരമായി വിളവ് ലഭിച്ചു. ഏകദേശം 20 രോഗബാധിതമായ ചെടികൾ വീണ്ടും നല്ല രീതിയിൽ വളരാൻ തുടങ്ങി. തുടർച്ചയായി ഉപയോഗിച്ചതിലൂടെ പൂ ഉൽപാദനവും വരുമാനവും വർദ്ധിച്ചു. പ്രകൃതിദത്ത രീതിയിൽ ചെടികളുടെ ആരോഗ്യം മെച്ചപ്പെട്ടു. ശരിയായ പരിപാലനവും മരുന്ന് ഉപയോഗവും വഴി മുഴുവൻ സീസണിലും നല്ല വിളവ് ലഭിച്ചു.